രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ കൈവെള്ള കൊണ്ട് അമർത്തി തുടച്ച് അന്ന ഇരമ്പമല ചവിട്ടി കയറുമ്പോൾ അവളുടെ മനസ്സിൽ സങ്കടത്തേക്കാളേറെ അവനോടുള്ള ദേഷ്യമായിരുന്നു ഇരച്ചു പൊന്തിക്കൊണ്ടിരുന്നത്. പട്ടി തെണ്ടി നാറി. എന്നാലും എങ്ങനെ തോന്നി അവനെന്നെ ഇങ്ങനെ തേക്കാൻ? ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അവനെ തീറ്റി പോയിട്ട് ഞാനല്ലേ? റീചാർജ് ചെയ്യാൻ കാശില്ലാന്ന് പറയുമ്പോൾ സ്വന്തം പോക്കറ്റ് മണി എടുത്തു കൊടുക്കും. ബൈക്കിൽ പെട്രോൾ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അപ്പൻ അയച്ചിരുന്ന പൈസ അതേപടി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതും ഈ നാറിക്കാ. അവൻ ഇന്ന് രാവിലെ ചിരിയോടെ അവന്റെ കല്യാണക്കുറി കൊണ്ട് വന്നിരിക്കുന്നു. അവന്റെ വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് പോലും. ഇതേ ചോദ്യം എത്ര തവണ ഞാൻ അവനോട് ചോദിച്ചാ അപ്പോഴൊക്കെ അവനെന്താ പറഞ്ഞിരുന്നത്? ആരെതിർത്താലും ഞാൻ അതിന്റെ കൂടെ ഉണ്ടാവുന്നു. എന്നിട്ടിപ്പോ പുറമേ എത്ര ദേഷ്യം പ്രകടിപ്പിച്ചാലും ജീവനായി കണ്ടവൻ തനിക്ക് ആരുമല്ലാതായി മാറാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവളുടെ ഉള്ളിനെ തളർത്തുകയായിരുന്നു. ഇനി ജീവിക്കണമെന്നില്ല, മരിക്കണം. അത് അവനിട്ടൊരു കൊട്ടുകൊടുത്തോണ്ടാവണമെന്ന് മാത്രം. ഈ മലമുകളിൽ നിന്ന് ചാടിച്ചെത്തിട്ട് അവന്റെ പേര് എഴുതി വെക്കണം. രാവിലെ എന്നെ മരണക്കാരനായിട്ട് നാട്ടുകാരെ അവനെ പഞ്ഞിക്കണം. അത്രയെങ്കിലും പ്രതികാരം എനിക്ക് ചെയ്തേ പറ്റൂ. മരിക്കാൻ പേടിയുണ്ടെങ്കിലും അന്ന വീണ്ടും വാശിയോടെ കണ്ണുകൾ തുടച്ചു. സമയം രാത്രി 12 മണിയോട് അടുക്കുന്നു. ആകാശത്ത് വട്ടപ്പെട്ട് പോലെ വെട്ടിത്തിളങ്ങുന്ന പൂർണ്ണചന്ദ്രൻ. ചുറ്റും പാൽ വെളിച്ചം പരന്നിടക്കുകയാണ്. ചാവാനിറങ്ങി അവളുടെ ഉള്ളിലെവിടെയോ ഒരു ഭയവും അരിച്ചിറങ്ങിയില്ലെന്ന് പറയാൻ പറ്റില്ല. മലമുകളിലേക്ക് നടക്കുമ്പോൾ ചുറ്റുമുള്ള ഉണങ്ങിയ പുല്ലുകൾ ഞെരിയുന്ന ശബ്ദം കേൾക്കാം. കാറ്റ് വീശുമ്പോഴുള്ള ഭീകരാന്തരീക്ഷം അവളെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. എങ്കിലും എങ്ങനെയൊക്കെയോ നിന്നും ഇരുന്നും പിച്ചവെച്ചും അവളുടെ മലയുടെ ഏറ്റവും മുകളിലെത്തി. എത്തി. ഇനി ഒരൊറ്റ ചാട്ടത്തോടെ എല്ലാം തീരും. കിതപ്പോടെ അവളൊന്ന് മൂരി നിവർന്നു. ആ പാറക്കെട്ടിനറ്റത്ത് നിൽക്കുന്ന രൂപം കണ്ട് പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. അവിടെ തനിക്ക് മുന്നേ ദാ ഒരാൾ വന്ന് നിൽക്കുന്നു. അവന്റെ ഒരു കയ്യിൽ കിങ്ഫിഷറിന്റെ കുപ്പിയും മറുകൈയിൽ ഒരു മിക്സർ പാക്കറ്റും ഉണ്ട്. ഇവനാരാ? വല്ല കുടിയനും ആണോ? ആയിരിക്കും. ഈ നാശത്തിന് ഈ നേരത്തോടെ വന്നിരിക്കുന്നത്. മനുഷ്യന് സമാധാനത്തോടെ ചാവാനും സമ്മതിക്കില്ല. പിറിയുറുപ്പോടെ അവൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ആകാശത്തേക്ക് നോക്കി അലറാൻ തുടങ്ങി. ഞാൻ പൂവടി, നിന്റെ മണികണ്ഠൻ അങ്ങ് പൂവടി. നീ ആ അരിയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോ? അത് കാണാൻ നിൽക്കാതെ ഞാനിതാ പോകുന്നേ. അവന്റെ അലർച്ചയും കൂടെ കണ്ടപ്പോൾ അവനും തന്നെ പോലെ ചാവാമെന്നാണെന്ന് അവൾക്ക് മനസ്സിലായി. കാര്യങ്ങൾ തങ്ങൾ ഒരേ ദുഃഖിതരാണല്ലോ എന്നോർത്ത് അവന്റെ വിഷയം ഒന്ന് ചോദിച്ചേക്കാന്ന് കരുതി അവൾ പതി അവനടുത്തേക്ക് നടന്നു. തന്റെ പിന്നിലേക്ക് ആരോ വന്നെന്നറിഞ്ഞ് അവനൊന്ന് തിരിഞ്ഞു. നിലാവെളിച്ചത്തിൽ അഴിഞ്ഞുളഞ്ഞ മുടിയും വെള്ള ചുരിദാറുമായി ഒരു പെണ്ണ്. പെട്ടെന്ന് കണ്ട കാഴ്ചയിൽ കണ്ണു തള്ളിപ്പോയ മണിയണ്ണൻ കയ്യിലെ കുപ്പിയും മിക്സറും ദൂരേക്ക് എറിഞ്ഞ് ജീവനം കൊണ്ട് തിരിഞ്ഞോടിയതും അവളും പരിഭ്രമിച്ചു പോയി. ഡോ, ഞാൻ പ്രേതനടോ, അന്ന, അതാ എന്റെ പേര്. ആൾ വിളിച്ചു പറയുമ്പോഴേക്കും മണിയണ്ണനെ എവിടെയോ തട്ടി പടയെന്ന് നിലത്തേക്ക് വീണു. ആൾ വേഗം അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മുന്നോട്ട് നടന്നാണ്. പക്ഷേ അവൾ അവനെ അടുത്തെത്തും മുന്നേ മലയുടെ താഴെ നിന്ന് ഒരു ടോർച്ച് വിളിച്ച മുകളിലേക്ക് വന്നിരുന്നു. കൂടെ ഒരു കൂട്ടം പോലീസ് മുകളിലേക്ക് കയറി വരുന്നു. അവള് മാത്രമല്ല, അവനും ഞെട്ടിയുറച്ചു പോയി. ആ മലമുകളിൽ വ്യാജമാറ്റ് നടത്തുന്ന ഒരു സംഘമുണ്ടെന്ന രഹസ്യവിവരം കിട്ടി റെയ്ഡിന് വന്നതായിരുന്ന സ്ഥലമസയും സംഘവും. അവർക്ക് മുന്നിലേക്ക് വീണെടുക്കുന്ന ആ പെണ്ണും ചെക്കനും കയ്യിൽ നിന്ന് പോകാതെ പിടിച്ചിറക്കിയാണ് അവരവരെ സ്റ്റേഷനിൽ വരെ എത്തിച്ചത്. ഈ അർദ്ധരാത്രിയിലെ ഇരുമ്പമലയിൽ നടന്ന റെയ്ഡ് എസ്ഐക്കും സംഘത്തിന് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. വ്യാജവാറ്റ് സംഘത്തിൽ ഉൾപ്പെട്ട സ്ത്രീ ന്യൂസ് നാളെ പൊളിക്കുന്ന ആവേശത്തിൽ അവരിയ്ക്കുമ്പോൾ ലോകപ്പിനുള്ളിൽ വ്യാജവാറ്റ് സംഘത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദയനീയമായി നിൽക്കുകയാണ് മണികണ്ഠൻ. സ്ത്രീ ആയതുകൊണ്ട് അന്നയെ ലോകപ്പിന് പുറത്ത് ഒരു ബെഞ്ചിലാണ് ഇരുത്തിയിരിക്കുന്നത്. അഴിഞ്ഞുളഞ്ഞ മുടിയും കരഞ്ഞു കളങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന അവളെ നോക്കി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിൾ സുമതി താടിക കൈകൊടുത്തു. എന്നാലും എന്റെ ശിവൻ സാറേ, കാലം പോയിപ്പോതാ പെണ്ണുങ്ങളും ചാരായം മാറ്റാൻ തുടങ്ങി. ഇവളുമാർക്കൊന്നും വീട് ചോദിക്കാനും പറയാനും ആരുമില്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി അമ്മമാർക്കൊപ്പം അവൾ ആ മല കയറാൻ പോവോ? അവരുടെ വാക്കുകൾ അന്നയുടെ ഉള്ളിനെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. ചാവാനിറങ്ങിയ താനൊടുവിൽ ഒരു ചാരായ കള്ളക്കടത്തുകാരിയെ മാറിയിരിക്കുന്നു എന്ന് ഓർക്കും തോറും അവൾ വിങ്ങിപ്പൊട്ടി. ഇടയ്ക്ക് ഷോളിൻ തുമ്പുകൊണ്ട് കണ്ണുടച്ച് മാറ്റുമ്പോൾ ലോകപ്പിള്ളിലിരുന്ന് മണികണ്ഠൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളവും വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ജനിച്ച മുതൽ ഇന്നലെ വരെ പോലീസ് സ്റ്റേഷൻ റോഡിൽ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്തേക്ക് കയറുന്ന ഇന്ന് ആദ്യമാണ്. അതും ഈ നിക്കറിൽ. അവൻ ദയനീയമായി അവനെ തന്നെ ഇടയ്ക്കിടെ നോയിക്കൊണ്ടിരുന്നു. അവന്റെ ദയനീയമായ നിൽപ്പ് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലെ കുമാരൻ ചേട്ടൻ അവന് തൊട്ടടുത്തായി നീങ്ങി നിന്ന് അവന്റെ ചെവിയിൽ പറഞ്ഞു. ഡാ ചക്ക, നീ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നീ പറയുന്നൊന്നും ഈ പോലീസുകാർ കേൾക്കാനും പോകുന്നില്ല. കുമാരൻ ചേട്ടൻ അവന്റെ തോളിൽ തട്ടി പറയുമ്പോൾ അവൻ അയാളെ നോക്കി. അത് എനിക്കും അറിയാം, പക്ഷെ ഞാനിവിടെ കിടന്ന് ഇനി എന്ത് ചെയ്യാനാ? അവന്റെ ചോദ്യത്തിൽ നിസ്സായത അയാളും അറിയുന്നുണ്ടായിരുന്നു. ഏതായാലും ഉമ്മാര് നമ്മളെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ഉമ്മാർ അവിടെ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്താണെന്നറിയോ? നീയും പുറത്തിരിക്കുന്ന ആ പെണ്ണൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണെന്ന്. അതായത് ചാരായ വിപണനത്തിലെ പ്രധാന കണ്ണികൾ. അയാൾ പറയുന്ന ഓരോന്നും കേട്ട് മണിയണ്ണന്റെ കണ്ണ് തള്ളിക്കൊണ്ടിരുന്നു. ഈശ്വര,
അപ്പൊ എന്നെ ചാവാനും സമ്മതിക്കില്ല ഇവര്. അത് മാത്രമല്ല, അവര് തോന്നുന്ന കഥകളിൽ അവർ കോടതിയിൽ പറഞ്ഞു പിടിപ്പിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ പതിവാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും സീനല്ല. പക്ഷെ നിന്റെ ഒക്കെ ജീവിതം അതോടെ തീരും. നാറ്റ കേസാണേ. കുമാരൻ ചേട്ടൻ അല്പം കൂടി മുന്നോട്ടാഞ്ഞ് മണിയണ്ണനെ ചെവിയിൽ പറഞ്ഞു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ പറയുന്ന പോലെ നാളെ കോടതി പറ. ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ നിനക്ക് ഊരിപ്പോരാം. അയാൾ അവന്റെ ചെവിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം അവനെ ഞെട്ടിച്ചെങ്കിലും പിന്നീട് അതേ വഴിയുള്ളെന്ന് അവന് മനസ്സിലായി. മണിയണ്ണൻ പുറത്തിരിക്കുന്ന അന്നെ അഴികൾക്കിടയിലൂടെ നോക്കി. അവളും കരയുന്നുണ്ട്. ഇനി കരഞ്ഞിട്ടെന്തിനാ? ആ സമയം ഇവളെന്തിനാ അങ്ങോട്ട് വന്ന്? പിറുവിറുത്തുകൊണ്ട് ഒരു നിമിഷം നിന്ന ശേഷം മറ്റൊരു വഴിയുമില്ലെന്ന ബോധ്യത്തോടെ കുമാരൻ ചേട്ടൻ ഒന്നുകൂടി നോക്കി പതുക്കെ തലയാട്ടി. അടുത്ത ദിവസം രാവിലെ തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. കോടതി മുറിയിൽ കേസ് വിസ്താരം നടക്കുകയാണ്. പ്രതിക്കൂട്ടിൽ ചാരായക്കള്ളന്മാരായ കുമാരൻ ചേട്ടനും സംഘത്തിനുമൊപ്പം ദയനീയമായി നിൽക്കുകയാണ് മണികണ്ഠനും. അന്ന മാത്രം പ്രതിക്കൂട്ടിലല്ല, അതിന് പുറത്ത് മുഖം താഴ്ത്തി നിൽക്കുന്നു. ഒരു സ്ത്രീയാണ് ജഡ്ജി. അവർ ഗൗരവത്തിൽ ഫയലുകൾ നോക്കുന്നു. വക്കീൽ എന്തൊക്കെയോ വലിയ വകുപ്പുകളെ കുറിച്ച് വാതോരാതെ പറയുമ്പോൾ മണിയണ്ണൻ അതൊക്കെ ഇത്തിരി നേരം ശ്രദ്ധിച്ചിട്ട് അന്നയെ നോക്കും. അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കണ്ണുടക്ക് മാത്രം ചെയ്യുന്നു. ഇവളൊരുത്തി കാരണം ഞാൻ കൂടി ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തിനാടി ആ സമയത്ത് അങ്ങോട്ട് ഓടി വന്നത്? ദയനീയമായി അവൻ പല്ലടിക്കുമ്പോൾ വക്കീൽ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു നിർത്തിയിരുന്നു. മണിയണ്ണൻ ഒരു നിമിഷം എല്ലാവരെയും നോക്കി. ശേഷം പെട്ടെന്ന് കൈപ്പൊക്കി ജഡ്ജിയെ കാണിച്ചു. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജഡ്ജി കണ്ണട താഴ്ത്തി അവനെ നോക്കുമ്പോൾ അവിടെയുള്ളവരുടെ എല്ലാം നോട്ടം അവനിലേക്ക് നീണ്ടിരുന്നു. പറയൂ. ജഡ്ജി അവനെ ആകെ മൊത്തത്തിലൊന്ന് അളന്ന ശേഷം അവന് അനുവാദം നൽകുമ്പോൾ അവനൊന്ന് നെടുവീർപ്പെട്ടു. അത് പിന്നെ ഞാൻ അവിടെ ഇവർക്കൊപ്പം വന്നല്ല മാഡം. പിന്നെ? ജഡ്ജി ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ ചാകാൻ വന്നാ. ഒറ്റ ശ്വാസത്തിലായിരുന്നു അവൻ്റെ ആ മറുപടി. ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനും ഇവളും. അവൻ കൈ നീട്ടി അന്വേഷിച്ചു കൊണ്ടിയതും അവൾ ഞെട്ടിത്തരിച്ചു. ആദ്യമൊന്നും ചുറ്റിലും നോക്കിയെങ്കിലും തന്നെയാണ് അവൻ ആ ഉദ്ദേശിച്ചതെന്നും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഡി ഒന്ന് എക്സ്പ്രഷൻ ഇട്ട് നിൽക്കടി ശാവമേ എന്നവൻ പറയാതെ പറയുന്ന അവളും കേട്ടുവോ അറിയില്ല. പക്ഷേ ആ നിമിഷം അവനെ ഞെട്ടിച്ച് അവളും നിസ്സായത നടിച്ച് നിന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു മാഡം. ഞങ്ങൾ വീട്ടുകാരെ കല്യാണം നടത്തി തരില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ലെന്ന് എഴുതി മലയിന്ന് ചാടി ചാകാൻ വന്നാ. അപ്പോഴാ പോലീസ് അവിടെ എത്തിയത്. ആവശ്യത്തിന് കണ്ണീരൊക്കെ വരുത്തി അവൻ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ ഇവ മോശക്കാരനല്ലെന്ന് കുമാരേട്ടൻ മനസ്സിൽ പിറുവിറുത്തിരുന്നു. അന്നയാണെങ്കിൽ അവൻ അഭിനയം കണ്ട് കണ്ണു തെളിയെങ്കിലും രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് അറിയാമായിരുന്നു. ജഡ്ജി പെട്ടെന്ന് അവനെയും അവളെയും പിന്നെ അവരെ പിടിച്ചുകൊണ്ടുവന്ന പോലീസുകാരെയും മാറി മാറി നോക്കി. അപ്പോഴേക്കും എസ് ഐ ചാടി എഴുന്നേറ്റു. അത് മേഡം, ഇവന്മാർ പറയുന്നത്. എസ് ഐ എന്തോ പറയാമെന്നോ ജഡ്ജി കൈ കാണിച്ച് അയാളെ തടഞ്ഞു. എന്നിട്ട് നേരെ അന്നയുടെ നേർക്ക് തിരിഞ്ഞു. നീ കൊച്ചേ, ഇവ ഈ പറഞ്ഞ സത്യമാണോ? അന്ന പെട്ടെന്ന് അന്ന് വിട്ട് മണികണ്ഠനെ നോക്കി. ഒന്ന് പറയടി ശൗമേ, സത്യമാണെന്ന് എന്നായിരുന്നു അവൻ കണ്ണു കൈയും കാണിച്ച്. ആൾ വേഗം ജഡ്ജിയെ നോക്കി പരിങ്ങലയോടെ നിന്ന് തലയാട്ടി. അത് പിന്നെ ചേട്ടൻ പറഞ്ഞ സത്യ മേഡം. അവളത് പറഞ്ഞു തരുമ്പോഴാണ് അവൻ്റെ ഉള്ളം തണുത്ത്. ഇവരെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞ്? ജഡ്ജി എസ് ഐ നോക്കി ചോദിച്ചു. അത് അവിടെ മലയുടെ മോളിൽ നിന്ന്. അയാൾ വിക്കി പറയുമ്പോൾ ജഡ്ജി മുന്നിൽ നിന്ന് ഫയലൊന്നും മടക്കി കസേരയിലൊന്നും ഇവർന്നിരുന്നു. ഏതായാലും ഇവരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. അതുകൊണ്ട് ഇവരുടെ പേരൻസിനെ എനിക്കൊന്ന് കാണണം. ബാക്കി ഞാൻ അതിനുശേഷം പറയാം. കൂട്ടത്തിൽ നിന്ന് അവരുടെ മാത്രം വിധി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അവരുടെ ജീവിതം അവിടെ മാറിമറിയാൻ പോവുകയാണെന്ന് അവർ രണ്ടുപേരും അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും കൂടിയപ്പോൾ അന്തരീക്ഷാകെ മാറിമറിഞ്ഞിരുന്നു. പോലീസുകാർ നടത്തിയ അന്വേഷണത്തിൽ മണികണ്ഠനും അന്യ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെന്ന് വ്യക്തമായി. കോടതി മുറിയിലേക്ക് മണികണ്ഠൻ അച്ഛൻ വാസുവും അമ്മ ശാന്തയും കടന്നു വരുമ്പോൾ മണികണ്ഠൻ അവരെ നോക്കാതെ ചുളിഞ്ഞു നിന്നു. അതേസമയം അന്നയുടെ അപ്പൻ തോമസ് ഗൾഫിലായതുകൊണ്ട് പെട്ടെന്ന് അയാൾക്ക് നാട്ടിലെത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ജഡ്ജി മാധവി മേനോൻ അയാളുമായി ഫോണിൽ സംസാരിച്ചു. തന്റെ ഭാര്യ മരിച്ചതിന് ശേഷം താൻ തനിച്ചാണ് അവളെ വളർത്തിയതെന്നും ബീബിയെ നാട്ടിൽ പഠിച്ചോളാമെന്ന് പറഞ്ഞ് അവൾ നാട്ടിലെത്തിയിട്ട് 3 വർഷം ആവുന്നേ ഉള്ളെന്നും നാട്ടിലെത്തിയ ശേഷമാണ് ഒരു പ്രേമം തുടങ്ങിയെന്നും അവന് താൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെന്നും ആ അപ്പൻ പറഞ്ഞു. അവന് വിവാഹം കഴിക്കണം തന്നോട് അവൾ ആവശ്യപ്പെട്ടപ്പോൾ അത് വേണ്ടെന്ന് താൻ പറഞ്ഞു എന്ന് അയാളും സമ്മതിച്ചു. പക്ഷെ അതിനവൾ മരിക്കാനിറങ്ങുമെന്നും താൻ ചിന്തിച്ചില്ലെന്ന് പറയുന്ന അച്ഛന്റെ മാനസികാവസ്ഥ ആ ജഡ്ജിക്ക് ഊഹിക്കാമായിരുന്നു. ജഡ്ജി മാധവി മേനോൻ മണികണ്ഠന്റെ അച്ഛൻ വാസുവിനോട് സംസാരിച്ചു. അവർക്ക് അടുത്തറിയേണ്ടത് അവനെ കുറിച്ചായിരുന്നു, മണികണ്ഠനെ കുറിച്ച്. വാസു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. മേഡം, ഞങ്ങൾ പാവങ്ങളാ. കഷ്ടപ്പെട്ടാ ഇവനെ ബിടെക്കിന് വിട്ടത്. പക്ഷെ വായി നോക്കി നടന്ന സപ്ലിയും വാരിക്കൂട്ടി വീട്ടിലെത്തിയിട്ട് പറയുക ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. സ്വന്തമായി ജോലി വാങ്ങി നീ എന്തെങ്കിലും കാണിക്കാൻ ഞങ്ങളും പറഞ്ഞത് സത്യമാണ്. എന്നിട്ടതാ ഇന്നലെ ഉച്ചക്ക് അവൾ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് പോകുന്നു. ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ചാടിത്തുള്ളി പോകുന്നതും കണ്ടു. അത് ഇതിനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ. ആ അച്ഛൻ അത് പറഞ്ഞിരുത്തുമ്പോൾ ജഡ്ജി കണ്ണട താഴ്ത്തി മണികണ്ഠനെ രൂക്ഷമായി നോക്കി. എന്താണോ ഇതൊക്കെ? നിന്നെ തേച്ചവളാണോ ഈ നിൽക്കുന്നത്?
ജഡ്ജിയുടെ ചോദ്യത്തിന് മണിയണ്ണൻ പരിങ്ങളോട് അന്യം നോക്കി. അവളാവട്ടെ അവനെ നോക്കി പല്ലടിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ മേഡം തേച്ചില്ല, തേച്ചു എന്ന് എനിക്ക് തോന്നിയതേ ഉള്ളൂ. അവന്റെ ഇളിച്ചു പിടിച്ചുള്ള മറുപടി കേട്ട് ജഡ്ജി ഒന്ന് നീട്ടി മൂളി. ശേഷം അവർ ആ കസേരയിലേക്ക് ഒന്നുകൂടി നിവർന്നിരുന്ന് മുന്നിലെ ഫയൽ മടക്കി. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. അതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. തൽക്കാലം ഇവർ തമ്മിൽ വിവാഹം കോടതി നടത്തിവിടുന്നില്ല. പക്ഷേ ഒരു തവണ ഒന്നിച്ച് മരിക്കാൻ നോക്കിയവരുടെ ഉത്തരവാദിത്വം ഇനി ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇവളെവിടെ അച്ഛൻ വരെ വനിതാ ബന്ധത്തിലേക്ക് മാറ്റട്ടെ. മണിയണ്ണനെ നോക്കി അവർ ചോദിക്കുമ്പോൾ അന്യാണത് കേട്ട് ഞെട്ടിയത്. അവൾക്ക് അങ്ങനെയുള്ളടത്ത് പോയി നിൽക്കാൻ പേടിയായിരുന്നു. അവൾ ദയനീയമായി അവനെ നോക്കി. ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാ എന്നതായിരുന്നു അവന്റെ ഭാവം. ജഡ്ജി പറഞ്ഞിരുത്തി അന്നെ ചാടിക്കയറി പറഞ്ഞു. അത് മേഡം, ഞാൻ ഇവന്റെ ഒപ്പം പോവാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ, ഞാൻ വേറെ കൂടെ വരുന്നില്ല. പേടിച്ചിട്ട് അവൾ അങ്ങനെ പറയുമ്പോൾ ജഡ്ജി അവനെ നോക്കി. ഇതൊക്കെ എപ്പോ എന്നൊരു ഭാഗത്തിൽ അവനവളെ തന്നെ നോക്കി കണ്ണു കാണിക്കുമ്പോൾ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മണിയണ്ണന്റെ അമ്മ ശാന്ത പതുക്കെ കൈപൊക്കി. മേഡം, ഞാൻ നോക്കിക്കോളാം ഈ കൊച്ചിനെ. എന്റെ മോകാരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കില്ല. അതുകൊണ്ട് അവിടെ അപ്പം വരും വരെ ഞാൻ ഇവളെ സംരക്ഷിച്ചോളാം. ശാന്തയുടെ ആ നിസ്സഹായാവസ്ഥ കണ്ട് ജഡ്ജിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവർ അന്നയെ നോക്കി ശാന്തയോട് പറഞ്ഞു. പക്ഷെ ഇവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഇവളുടെ പൂർണ്ണ സുരക്ഷ നിങ്ങൾ ഏറ്റെടുക്കുന്നത് ഇവിടെ ഒപ്പിട്ട് തരണം. ഇവളുടെ അപ്പന് ഒരു മാസത്തിനുള്ളിൽ നാട്ടിൽ വരും. അന്ന് നിങ്ങൾ രണ്ട് കുടുംബക്കാർ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഇവരുടെ വിവാഹം നടത്തണം. അത് കോടതിയെ അറിയിക്കുകയും വേണം. ജഡ്ജിയുടെ അന്തിമ ഉത്തരവിന് അച്ഛനും അമ്മയും സമ്മതം മൂളിയെങ്കിലും ഇതൊക്കെ കേട്ട് അന്തം വിട്ടുന്നു പോയിരുന്ന അന്നയും മണിയണ്ണനും. കോടതി വരാന്തയിലൂടെ ശാന്ത അന്നയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ മണിയണ്ണൻ അമ്മയോട് നടന്നൊക്കെ പറയാൻ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ പറയുന്ന കേൾക്കാൻ കൂട്ടാക്കാതെ അമ്മ അച്ഛൻ പിടിച്ചുകൊണ്ടുവന്ന ഓട്ടോയിലേക്ക് അന്നയുടെ കൈയും പിടിച്ച് കയറി. തൊട്ടു പിന്നാലെ മണിയണ്ണനും കയറാനാഞ്ഞതും ശാന്ത കണ്ണുരുട്ടി. നീ മുന്നിൽ ഡ്രൈവറുടെ കൂടെ ഇരുന്നാ മതി. അറുത്തുമുറിച്ച അമ്മയുടെ വാക്കുകൾക്ക് അമ്മേ എന്നൊന്ന് അവൻ ദയനീയമായി വിളിച്ചുപോയി. അതിനും ശാന്ത ചെവിയൊടുക്കാതെ തിരിഞ്ഞിരിക്കുമ്പോൾ മണിയണ്ണനോടിൽ ഓട്ടോയുടെ മുമ്പിൽ ഡ്രൈവർക്കൊപ്പം കമ്പിയിൽ പിടിച്ചിരുന്നു. വണ്ടി നീങ്ങിയതും അവൻ വീണ്ടും പതുക്കെ പിന്നിലേക്ക് തിരിഞ്ഞു. അമ്മയെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ജയിൽ കൂടുണ്ടായിരുന്ന കുമാരേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ കോടതിയിൽ അങ്ങനെയൊക്കെ. നീ വായടക്കടാ, അവൻ പറഞ്ഞു മുഴുമിക്ക് മുന്നേ ശാന്ത സീറ്റിൽ നിന്ന് അലറി. നിന്റെ ഒരു കുമാരേട്ടൻ, അവൻ ഒറ്റൊരുത്തൻ കാരണം ഇവളുടെ ഉത്തരവാദിത്വം കൂടെ എന്റെ തലയിലായത്. മര്യാദയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഇവൾക്കുള്ളെങ്കിലും കൊണ്ടുവന്നോ? എനിക്ക് വയ്യ. നാളെ ഇവിടെ അപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതിലൂടി മറുപടി അറിയാൻ. താൻ പറയുന്നൊന്നും കേൾക്കാതെ റേഡിയോ പോലെ അമ്മ ചിലച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ മണിയണ്ണൻ ഓട്ടോയുടെ മൂലക്ക് ഒതുങ്ങിക്കൂടിയിരുന്നു. അന്നയാണെങ്കിൽ ഇടക്കവനെ ദയനീയമായി നോക്കുന്നുണ്ടെങ്കിലും അവൾ ഈ വിഷയത്തിൽ നിസ്സഹായായിരുന്നു. കുറച്ചു വഴികൾ ചുറ്റിക്കറങ്ങി ഓട്ടോ മണിയണ്ണന് വീണ്ടും മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അന്ന പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കി. അത്യാവശ്യം നല്ലൊരു വാർക്ക് വീടാണ്. പക്ഷേ വണ്ടിയിൽ നിന്നിറങ്ങിയ മണിയണ്ണന്റെ കണ്ണു തള്ളിപ്പോയത് മുറ്റത്തും റോഡിലുമായി നിൽക്കുന്ന അയൽപക്കാരെ കണ്ടിട്ടായിരുന്നു. സകലമാന ആളുകളുണ്ടല്ലോ. തങ്കമ്മ ചേച്ചിയും പപ്പൻ ചേട്ടനും ചായക്കടക്കാരും വാസുവേട്ടനും ഒക്കെ അണിനിരന്നിട്ടുണ്ട്. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? എന്നാൽ ഇവർക്ക് ഇതെങ്ങനെ അറിഞ്ഞു? പോലീസുകാരിനി നാട്ടിൽ ഫ്ലക്സ് വല്ലതും വെച്ചോ ആവോ? മണിയണ്ണൻ സ്വയം പിരിവൃത്തി നിൽക്കുമ്പോൾ അവന്റെ അച്ഛൻ വാസുവേഗ ഓട്ടോയിൽ നിന്നിറങ്ങി അയാൾക്ക് പൈസ കൊടുത്ത് അയാളെ പറഞ്ഞയച്ചു. ശാന്ത അന്നയുടെ കയ്യിൽ ഒന്നുകൂടെ മുറുക്കി പിടിച്ച് കലിപ്പോടെ തന്നെ മുന്നോട്ട് നടന്നെങ്കിലും നാട്ടുകാരുടെ നോട്ടം സഹിക്കാൻ കഴിയാതെ ഒന്ന് തിരിഞ്ഞു. എന്താ എന്ത് കാരണം എല്ലാരും ഇങ്ങനെ നോക്കിക്കുന്നേ? എന്നെ മരുമകളെ കാണാനാണെങ്കിൽ ഇതാ കണ്ടോ, എന്റെ മോന്റെ പെണ്ണാ ഇത്, തങ്കം പോലൊരു പെണ്ണ്. ശാന്ത അന്നയുടെ മുഖം നാട്ടുകാർക്ക് നേരെ തിരിച്ചു പിടിച്ചു അവളൊന്ന് വിളറി. കണ്ടല്ലോ എല്ലാരും, ഇനി നാളെ ഈ ശാന്ത മരുമോളെ ഒളിപ്പിച്ചു വെച്ചെന്ന് ആരും പറയരുത്. അത്രയും പറഞ്ഞ് ഒരൊറ്റ ഉറഞ്ഞതുള്ളവരോടെ ശാന്ത അകത്തേക്ക് നടക്കുമ്പോൾ ഈ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പിരിവരുത്ത് മണിയണ്ണന്റെ അമ്മയ്ക്ക് പിറകെ ഓടി. അന്നയുടെ കൈയും വലിച്ച് അവർ ഒറ്റ നടത്തത്തിന് വീടിനകത്തേക്ക് കയറിയതും ജനാല വഴി പുറത്തിരംഗങ്ങൾ വീക്ഷിച്ചിരുന്ന മീനാക്ഷി ഒറ്റ ഓട്ടത്തിന് ഡൈനിങ് ടേബിൾ പുസ്തകം നിവർത്തി വെച്ച് വായിക്കാൻ തുടങ്ങി. മണിയണ്ണന്റെ +2 പഠിക്കുന്ന അനിയത്തിയാണ് മീനാക്ഷി. ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ. മകളുടെ പൊടുന്നനെയുള്ള വായനയിട്ട് ശാന്ത അവളെ നിരൂക്ഷമായി നോക്കിയ ശേഷം അന്നയും കൂടി നേരെ ഹാളിന് സൈഡിലെ മണിയണ്ണന്റെ മുറിയിലേക്ക് നടന്നു. മീനാക്ഷി പുസ്തകത്തിൽ നിന്ന് പതിയെ തലയുയർത്തി അമ്മയ്ക്കൊപ്പമുള്ള പെണ്ണിനെ നോക്കുമ്പോൾ എവിടെയോ ഒരു മിസ്റ്റേക്ക് പോലെ. ഇത് ഈ പുതിയ പെണ്ണ് 24 മണിക്കൂർ ഏട്ടന് കുറുകിടന്ന ആ സുമ ഇതല്ലല്ലോ, ഇതിപ്പോ ഏത്? അവളുടെ ആലോചന തീരും മുമ്പേ ദാ മണിയണ്ണൻ കിതച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടുന്നു. അത് കണ്ട മീനാക്ഷിയുടെ കണ്ണും ജിജ്ഞാസയോട് അവന് പിറകെ ഓടി ചെല്ലുമ്പോൾ അമ്മ ഏട്ടനെ പിടിച്ച് മുറിക്ക് പുറത്താക്കിയിരുന്നു. അമ്മ എനിക്ക് പറയാനുള്ളത്. അവൻ വീണ്ടും എന്തൊക്കെയോ പറയാൻ നോക്കിയെങ്കിലും നിനക്കിനി ഒന്നും പറയാനില്ല. ദാ നിന്റെ ബാഗ്. ഇന്ന് മുതൽ ഇത് ഇവളുടെ മുറിയാ. നിന്നെ നീ ഭാഗത്ത് കണ്ടുപോരുത് എന്ന് മാത്രല്ല, വേഗം വിട്ടോ ടെറസിലേക്ക്. ഇന്ന് മുതൽ നിന്റെ ബെഡ്റൂം അതാ. തന്റെ ബാഗ് തന്നെ നെഞ്ചത്തേക്ക് എറിഞ്ഞുകൊണ്ട് അമ്മ പറയുമ്പോൾ മുറിക്കുള്ളിൽ നിൽക്കുന്നവളെ നോക്കിയാണ് പല്ലിയടിച്ച്. അമ്മേ! അവനൊന്നുകൂടി നീട്ടി വിളിച്ചു. എന്താടാ? എന്റെ ബെഡ്ഷീറ്റ്, എന്റെ തലയണ. നിനക്ക് വല്ലതും എടുക്കാനുണ്ടെ ഇപ്പൊ എടുത്തോ. ഇനി ഞാനും എന്റെ മുറി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ എന്റെ സ്വഭാവം മാറും.
ശാന്ത വാതിക്കൽ നിന്ന് മാറാതെ പറയുമ്പോൾ മണികണ്ഠന്റെ മുഖം വീണ്ടും ദയനീയമായി. അവനൊന്നുകൂടി അകത്തേക്ക് തന്നെ നോക്കിയ ശേഷം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തറയിൽ കിടന്ന് തന്റെ അലക്കാതെ തുണിയും വാരി ബാഗും തോളിട്ട് മുകളിലേക്ക് നടന്നു. ആ കാഴ്ച നോക്കുന്ന മീനാക്ഷി അപ്പോഴും ചുണ്ടുകടിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. മണികണ്ഠൻ പോയതും ശാന്തമ്മ നേരെ അന്നയെ നോക്കി. അതുവരെയുള്ള കലിപ്പിത്തിരി കുറച്ചാണ് അവരവളോട് സംസാരിച്ചു തുടങ്ങിയത്. ഇന്നു മുതൽ നിന്റെ അപ്പം വരുന്നവരെ ഇതാ നിന്റെ മുറി, ശാന്തമ്മ പറഞ്ഞു തുടങ്ങി. നീ ഏതാ എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും എന്റെ മോനെ പോലെ ബുദ്ധിയില്ലാത്തൊരു എന്നാണെന്ന് മനസ്സിലായി. നിനക്കിനി വീണ്ടും മലയിന്ന് ചാടി ചാകാൻ തോന്നിയാലേ ഞങ്ങൾ പേട്ടുപോയില്ലെന്ന് പേടിച്ചിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. അതുകൊണ്ട് ഇവിടെയുള്ളവരെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ അടങ്ങി നീ ഇവിടെ കഴിയണം. അവനൊന്നും മിണ്ടാ തലതാഴ്ത്തി നിന്നു. ശാന്തമ്മ കട്ടിലേക്ക് നോക്കിക്കൊണ്ട് സംഭാഷണം തുടർന്നു. കാര്യം അവൻ എന്റെ മോനൊക്കെ തന്നെയാ എന്ന് വെച്ച് ഉള്ളത് പറയണല്ലോ. 10 പൈസയുടെ വകതിരിവ് അവനില്ല. അതുകൊണ്ട് കൊച്ചു ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്, ഈ മരപ്പൂത്തിനോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ ആലോചിച്ച് നീ ഒരു തീരുമാനത്തിലാവുമ്പോഴേക്കും കൊച്ചിന്റെ അപ്പം വരും. ബാക്കി നമുക്ക് അപ്പം തീരുമാനിക്കാം. കടുപ്പത്തിൽ അത്രയും പറഞ്ഞ് ശാന്തമ്മ തിരിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ അകത്ത് എന്തായി എന്നറിയാൻ മീനാക്ഷി കാത്തു നിൽക്കുകയായിരുന്നു. നീ ആ കൊച്ചിന് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിച്ചതിന് എന്നോട് പറയണം. നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതിനൊരു ബുദ്ധിമുട്ടും തോന്നരുത്, കേട്ടല്ലോ. ആളോട് അങ്ങോട്ടൊന്നും പറയാൻ സമയം കൊടുക്കാതെ ആ അമ്മ പറയുന്ന അകത്തിരുന്ന് അന്നയും വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. പുറമേ ഗൗരവം കാണിക്കുന്നുണ്ടെങ്കിലും അകമേ സ്നേഹമുള്ള ഒരു അമ്മയാണ് അവരെന്ന് അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അമ്മ പുറത്തേക്ക് മാറിയതും മീനാക്ഷി പതിയെ റൂമിന്റെ വാതിലിനടുത്തേക്ക് വളഞ്ഞു പുളഞ്ഞു വന്ന് അന്നയെ നോക്കി. ഞാന് മീനാക്ഷി. ആരോ വാതിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടതും കട്ടിൽ ഇനി എന്തെന്നറിയാതിരുന്ന അവൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരു കള്ളച്ചിരിയോടെ മീനാക്ഷി നിൽക്കുന്നു. ഞാൻ മീനാക്ഷി, മണിയണ്ണന്റെ പെങ്ങളാ. ഒരൽപ്പം തിടുക്കത്തിൽ അവൾ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അന്നയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അവളിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയതും മീനാക്ഷി വേഗം റൂമിനകത്തേക്ക് വലിഞ്ഞേറാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്ക് പുറകിൽ നിന്ന് അമ്മയുടെ ശബ്ദം ഇരമ്പിയെത്തി. എങ്ങോട്ടാടി നീ വലിഞ്ഞിറങ്ങി പോകുന്നു? നിനക്ക് പഠിക്കാനൊന്നുമില്ലേടി? പെട്ടെന്നുള്ള അമ്മയുടെ ആ ചോദ്യത്തിന് മീനാക്ഷി ഞെട്ടിവറച്ച് തിരിഞ്ഞടന്നു തുടങ്ങിയിരുന്നു. ഉണ്ടമ്മേ, എന്താ പോവാ എന്ന് പറഞ്ഞ് ഒരൊറ്റോട്ടത്തിന് മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ ആ വെപ്രാള ഓട്ടം കണ്ട് അന്നയ്ക്കും ചിരിയടക്കാൻ കഴിഞ്ഞില്ല. സമയം പോയിക്കൊണ്ടിരുന്നു. മുകളിലേക്ക് പോയ ഏട്ടനെ ഇതുവരെ താഴേക്ക് കണ്ടില്ലല്ലോ എന്ന് കരുതി മുകളിലേക്കൊന്ന് പോയി നോക്കാൻ മീനാക്ഷി പലതവണ തുനിഞ്ഞതാണ്. പക്ഷെ അപ്പോഴേക്ക് അമ്മയുടെ മുന്നിൽ. അവസാനം വീണ്ടും ചുറ്റും പറ്റിപ്പറ്റി നടന്ന് ഉച്ചയായപ്പോൾ അവൾ അടുക്കളയിൽ വീണ്ടും എത്തി. അമ്മേ, ഏനുള്ള ചോറ് ഞാൻ മുകളിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ? ശാന്തം അതിനെന്തോ പറയാൻ തിരിഞ്ഞെന്നോ മീനാക്ഷി അമ്മ വിളമ്പിച്ച ചോറെടുത്തൊരൊറ്റ ഓട്ടമായിരുന്നു മുകളിലേക്ക്. മീനാക്ഷി മുകളിലെത്തുമ്പോൾ റൂഫിംഗ് ഷീറ്റിന് താഴെ തറയിൽ ഒരൊറ്റ കിടപ്പായിരുന്നു മണികണ്ഠൻ. കൈമുട്ട് കണ്ണുകൾക്ക് മുകളിൽ വെച്ച് മേലോട്ട് നോക്കി മറന്ന ഒറ്റ കിടപ്പ്. ആൾ പതിയെ അവന്റെ അടുത്തേക്ക് ചെന്ന് പാത്രം താഴെ വെച്ചു. ഏട്ടാ? മണികണ്ഠൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. എന്താടീ? ആളെ കണ്ട കരിപ്പുമോട് ഓണായി ചോദിച്ചവൻ. അമ്മ ചോറെന്ന് വിട്ടു. മീനാക്ഷി പാത്രം അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, അത് തിരിച്ചുകൊണ്ടുപോയിക്കോ. ദേഷ്യത്തോടെ മണികണ്ഠൻ മുഖം തിരിച്ചതും അവൾ ആ ചോറിലെ മത്തി വറുത്ത് എടുത്തുയർത്തി. വേണ്ട, നല്ല കുരുമുളകിട്ട് വറുത്ത മത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്നാ ഇതങ്ങ് താഴേക്ക്. മീനാക്ഷി പാത്രം തിരിച്ചെടുക്കാൻ ആഞ്ഞതേയുള്ളൂ. മത്തി വറുത്ത എന്ന് കേട്ട് മണികണ്ഠന്റെ വായിൽ ഉമിനീരൂറി. മത്തി വറുത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതാ. കൂടുതൽ സീനൊന്നും പിടിക്കാതെ അവൻ ആ പാത്രം അവിടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. കഴിക്കാൻ തുടങ്ങിയതും മീനാക്ഷി ഒരു കള്ളച്ചിരിയോടെ അവൻ അടുത്തേക്കിരുന്നു. ഏട്ടൻ കൈ കഴുകുന്നില്ലേ? ഇനിയെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകാം. ചോറ് വിഴുങ്ങുന്നതിനിടയിൽ അവൻ അലസമായി പറഞ്ഞു. എന്നാലും ചേട്ടാ, ആ സുമ എവിടെ പോയി? അപ്പൊ ഈ താഴെയുള്ള പെണ്ണാരേട്ടാ? പെട്ടെന്നുള്ള അവൾ ആ ചോദ്യം കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ചോറ് മണികണ്ഠന് നെറുകിൽ കയറി. അവൻ ശ്വാസം കിട്ടാ കണ്ണു തള്ളി ചുമക്കാൻ തുടങ്ങുമ്പോൾ മീനാക്ഷി വേഗം കുപ്പിയോർന്ന് വെള്ളവന് നീട്ടി. വെള്ളം കുടിച്ച് നെഞ്ചൊക്കെ ഒന്ന് തടവി ശ്വാസം നേരാക്കിയ ശേഷമാണ് മണികണ്ഠൻ മീനാക്ഷിയെ നോക്കിയത്. അത് തന്നെയാണ് എനിക്കും അറിയാത്തത്, അവൾ ആരാണെന്ന്. അവനെ പറച്ചിൽ കേട്ട് മീനാക്ഷി കണ്ണു തള്ളി. അതെടി, അന്ന എന്നാണ് പേരെന്ന് കേട്ടു, ബാക്കിയൊന്നും എനിക്കറിയില്ലടി. അവൻ കൈ മലർത്തി കാണിക്കുമ്പോൾ മീനാക്ഷി അന്നം വിട്ടുന്നു പോയിരുന്നു. ഒടുവിൽ മണികണ്ഠൻ നടന്നില്ല അവളോട് വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിയുടെ സകല കിളികളും 4 വഴി പറന്നുപോയിരുന്നു. ആഹാ, അപ്പൊ സുമയേട്ടനെ തേച്ചല്ലേ? വീണ്ടും അവളത് ആവർത്തിക്കുമ്പോൾ മണികണ്ഠന് ദേഷ്യം വന്നു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നീ എങ്ങനെയെങ്കിലും ആ താഴെയുള്ളവൾ ആരാണെന്നും അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചതാ. അവൻ നിസ്സായതയോടെ പറയുമ്പോൾ മീനാക്ഷി എന്തോന്ന് ആലോചിച്ചു. കണ്ടുപിടിക്കാം, പക്ഷെ അതിനെനിക്ക് എന്ത് തരും? അവളത് ചോദിക്കും മുന്നേ അങ്ങനെ ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ്, തൽക്കാലം അത് മതി. അവൻ പെട്ടെന്ന് ഒരു ഡീൽ ഉറപ്പിക്കുമ്പോൾ തൃപ്തിയായില്ലെങ്കിൽ അവളൊന്ന് മൂളി. ഓക്കെ, ഏട്ടനായി പോയില്ലേ? ജാടയിൽ അവളതും പറഞ്ഞ് പാത്രം എടുത്ത് ഒരു CIDയുടെ ഭാഗത്തോടെ താഴേക്ക് നടന്നു പോകുമ്പോൾ ഇനി എന്തൊക്കെ താൻ സഹിക്കണം എൻ്റെ ഈശ്വര എന്നോർത്ത് അവൻ തലയിൽ കൈവെക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി പാത്രങ്ങളുമായി താഴെയെത്തി. അടുക്കളയിലെ സിങ്കിലേക്ക് പാത്രം വെച്ച് അമ്മ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൾ കഴുത്ത് നീട്ടി ചുറ്റുമെന്ന് നോക്കിയെങ്കിലും അമ്മയെ എവിടെയെങ്കിലും കണ്ടില്ല.
അമ്മ പുറത്തുനിന്ന് തുണി കഴുകുന്ന ശബ്ദം കേട്ടപ്പോൾ ഉള്ളും തണുത്തു. അവൾ ഒറ്റോട്ടത്തിന് അന്നയുടെ മുറിയിലെത്തിയിരുന്നു. അന്ന അപ്പോഴും കാത്ത് കട്ടില്ലാതെ ഇരിപ്പുണ്ട്. ഓടിക്കിതച്ചു വരുന്ന മീനാക്ഷിയെ കണ്ടതും അന്നയൊന്ന് അന്തം വിട്ടു. മീനാക്ഷി വേഗം അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. പുറകിൽ അമ്മ വരുന്നുണ്ടോ എന്ന് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഉറപ്പുവരുത്തിയ ശേഷം അവൾ അന്നയ്ക്ക് തൊട്ടടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി. എന്നെ മനസ്സിലായില്ലേ മീനാക്ഷി? ആൾ വീണ്ടും തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അന്ന ഒന്നുകൂടി മൂളി. ഞാൻ വന്ന് ചേച്ചി ആരാണെന്ന് കൃത്യമായിട്ട് അറിയാനാ, വേഗം പറഞ്ഞോ, ആരാ ചേച്ചി? ഈ സമയത്തുള്ള അവളുടെ തിടുക്കവും ബാസിലും കണ്ടിട്ട് അന്ന കണ്ണുമിഴിച്ച് മീനാക്ഷിയെ തന്നെ നോക്കിയായിരുന്നു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അന്ന, അതൊക്കെ എനിക്കറിയാം ചേച്ചി, പക്ഷെ ചേച്ചി ഇന്നലെ രാത്രി എന്തിനാ മലയിൽ വന്നേന്ന് പറ. മീനാക്ഷിയുടെ ചോദ്യം കേട്ടതും അന്ന ഒരു നിമിഷം ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി. ആളുടെ ഉള്ളിലെ സങ്കടം വീണ്ടും ഇരച്ചു കയറി. ശ്വാസം എടുത്തിട്ട് അവൾ പറഞ്ഞു, ചാവാൻ. എന്തിന്? മീനാക്ഷി കണ്ണുനള്ളി ചോദിച്ചു. നിന്റെ ഏട്ടനാ സുമ പറ്റിച്ച പോലെ എന്നെ ഒരുത്തം പറ്റിച്ചു. ജോയി എന്നായിരുന്നു അവന്റെ പേര്. ഞാൻ BBA പഠിക്കാൻ നാട്ടിൽ വന്ന പോലും അവൻ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടാ. സൂപ്പർ, അവ രണ്ടും കണക്കാ. ആളൊന്ന് പിറുവിറുത്തി വീണ്ടും അന്നയെ നോക്കി. അപ്പൊ അങ്ങ് ഗൾഫിൽ നിൽക്കുമ്പോഴേ അയാൾ ചേച്ചിക്ക് അറിയായിരുന്നോ? മീനാക്ഷി ജിജ്ഞാസയോടെ ഇടക്കേറി ചോദിച്ചു. അറിയാം. അന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ മീനാക്ഷി ശ്രദ്ധയോടെ അവളെ നോക്കിയിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നും ഇല്ലാതെയാണ് ഞാൻ വളർന്നത്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നെ അപ്പനെ എന്നെയും കൂടി ദുബായിലേക്ക് പോയി. ഞാൻ അവിടെയാണ് വളർന്നത്. അന്നു മുതൽ എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു നാട്ടിലെ അമ്മയുടെ ആൾക്കാരെങ്ങനെയും കണ്ടുപിടിക്കണമെന്ന്. അതിനുവേണ്ടി ഞാൻ ഫേസ്ബുക്ക് വഴി അമ്മയുടെ നാടായ ചെങ്ങോലയിലുള്ള ആളുകളെയൊക്കെ തിരഞ്ഞ് കണ്ടിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ കിട്ടിയതാ ഈ ജോയിയെ. മീനാക്ഷി അവൾ പറയുന്ന കാര്യങ്ങൾ ഊഹിച്ചെടുത്തുകൊണ്ടിരുന്നു. ആദ്യം ഒരു ഹായിട്ട് തുടങ്ങിയ ബന്ധമായിരുന്നു. പിന്നീട് അത് അമ്മയുടെ വീട്ടുകാരെ കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തി. അതിനുവേണ്ടിയാണ് ഞാനിവിടെ നാട്ടിൽ വന്ന് BBAക്ക് ചേർന്നു. നാട്ടിലെത്തിയ ശേഷം അവൻ തന്നെയാണ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചത്തുകളിന്ന് വരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഒടുവിൽ ഞാനും സമ്മതിച്ചു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇന്നലെ രാവിലെ അവരവരെ കല്യാണക്കുറിയും കൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല മീനു. അവനിട്ട് നല്ലൊരു പണി കൊടുക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതിനാ ഞാൻ ചാവാനിറങ്ങിയത്. കണ്ണുകൾ തുടച്ചുകൊണ്ട് അന്നെ അത് പറഞ്ഞു നിർത്തിയപ്പോൾ മീനാക്ഷി വായും പൊളിച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞു പോയി. കൊള്ളാം, എൻ്റെ ഏട്ടനെ പോലെ തന്നെ ഒരു 1.5 മണ്ടബുദ്ധിയാണ് ചേച്ചിയോ അല്ലേ? മീനാക്ഷി കൈകൾ മലർത്തി. എൻ്റെ പൊന്നി ചേച്ചി, ഏതൊരുത്തും തേച്ചിട്ട് പോയതിന് ചാവാനിറങ്ങിയപ്പോൾ ചേച്ചി എന്താ ചേച്ചിയുടെ അപ്പനെ കുറിച്ച് ഓർക്കാതെ പോയത്? ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ ആ മനുഷ്യനത് സഹിക്കുമായിരുന്നോ? മീനാക്ഷിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അന്നയ്ക്ക് മറുപടിയില്ലായിരുന്നു. അപ്പനെ കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അത് കണ്ടത് മീനാക്ഷി അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. കരയണ്ട, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ചാടി ചാവില്ലായിരുന്നു, അതെനിക്ക് ഉറപ്പാ. കാരണം ചാടി ചാവാനും മിനിമം ബുദ്ധി വേണം. അതില്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ആൾ ഗൗരവത്തോടെ തന്നെ പറയുമ്പോൾ അന്നെ കണ്ണുമിഴിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു പോയിരുന്നു. ബൈ എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാന്? അതാ എനിക്കിനി അറിയേണ്ടത്. ഒരു നെടുവീർപ്പിനപ്പുറം മീനാക്ഷി ചോദിച്ചു നിർത്തുമ്പോൾ അന്നയ്ക്ക് അതിന് മറുപടിയില്ലായിരുന്നു. എന്നവൾ നീട്ടി പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുമെന്നായിരുന്നു മീനാക്ഷിയുടെ ചോദ്യം. അതേ ചോദ്യം മീനാക്ഷി നേരെ പോയി തന്റെ ഏട്ടനോട് ചോദിക്കുമ്പോൾ അവിടെ അത് തന്നെയായിരുന്നു മറുപടി. എൻ്റെ ഏട്ടാ, നിങ്ങളിങ്ങനെ പറഞ്ഞിരുന്നാൽ ഇത് ശരിയാവില്ല. ഇത് നിങ്ങളുടെ ജീവിതാ. വെറുതെ വട്ട് കാണിച്ച് നിൽക്കാതെ എന്തെങ്കിലും തീരുമാനം വേഗം എടുത്തോ. തന്റെ അനിയത്തിയാണ് അവളെങ്കിലും ഒരു ചേച്ചിയെ പോലെ അവൾ തന്നെ ഉപദേശിക്കുമ്പോൾ മണികണ്ഠൻ അവളെ അമ്പരന്ന് നോക്കിപ്പോയിരുന്നു. നീ മോളെ ഞാൻ എന്ത് ചെയ്യാനാ? അവസാനം അവൻ ദയനീയമായി ചോദിച്ചു. നിങ്ങളൊന്ന് പരസ്പരം സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടി ഒരു തീരുമാനം എടുക്കുക. മീനാക്ഷിയുടെ നിർദ്ദേശം ശരിയാണെന്നറിയാം, പക്ഷെ എങ്ങനെ? അമ്മ താഴേക്ക് വന്നു പോരുതെന്ന് പറഞ്ഞെടുത്ത് താനെങ്ങനെ അവളെ കാണാനാ? അവന്റെ സംശയത്തിന് മീനാക്ഷിയുടെ പക്കൽ പ്ലാൻ ഉണ്ടായിരുന്നു. മണി 11:30 കഴിഞ്ഞു. മീനാക്ഷി പതിയെ മുറിയിൽ നിന്നിറങ്ങി ടെറസിലേക്ക് നടന്നു. അച്ഛന്റെ ഘോരഘോരമായ കൂർക്കമലി ശബ്ദമാണ് അവളുടെ ഏക ആശ്വാസം. ടോർച്ചിന്റെ വെളിച്ചം മുകളിലേക്ക് 2 തവണ തെളിഞ്ഞതും അവളുടെ വരവാത്തിരുന്ന മണികണ്ഠൻ ചാടി എഴുന്നേറ്റു. എല്ലാവരും ഉറങ്ങി, വേവാ. ടെറസിലേക്ക് കയറാതെ അവൾ ആ സ്റ്റെപ്പിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അവനൊട്ടും സമയം കളയാതെ വേഗം താഴെ ഇറങ്ങി. അവളും അവന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവൾ നേരെ അന്നയുടെ മുറിക്കുമ്പിലെത്തിയൊന്ന് നിന്ന് പതിയെ വാതിൽ തട്ടിയതും മീനാക്ഷിയാണ് പേടിച്ച്. എൻ്റെ പൊന്നേട്ടാ പതിയെ, ഈ ശബ്ദം കേട്ട് അമ്മയെങ്ങാനും വന്നാൽ പിന്നെ ഞാനും ടെറസില. അവളുടെ വാക്കേട്ട് അവൻ അവളോട് തട്ടാൻ പറയുമ്പോൾ അവൾ പതിയെ ഒന്ന് മുട്ടിയ ആ വാതിൽ. ആളൊന്ന് തട്ടിയതും പെട്ടെന്നാണ് ആ വാതിൽ തുറക്കപ്പെട്ടത്. പുറത്ത് മീനാക്ഷിയെ കണ്ടതും അന്ന അന്തിച്ച് കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയതും പെട്ടെന്നൊരു കാറ്റ് പോലെ മണിയണ്ണൻ ആ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ച് കഴിഞ്ഞിരുന്നു. ഏട്ടാ, ഈശ്വര, ഇയാളത് എന്തോ നീ കാണിച്ച്? അമ്മയെങ്ങാനും വന്നതിൻ്റെ അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ ആൾ അവിടുന്ന് ചുറ്റിത്തിരിയുമ്പോൾ അകത്തവന്റെ പ്രവൃത്തി കൊണ്ട് ഭയന്നു പോയിരുന്നു അന്ന. സത്യത്തിൽ ആ നിമിഷമാണ് അവൾ തന്നെ മുഖം പോലും ആദ്യമായി കാണുന്നത്. അവൾ ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ അരിശത്തിൽ അവൾക്കടുത്തേക്ക് ചീറി. നീ കൊച്ചേ, എന്താ നിന്റെ ഉദ്ദേശം? പെട്ടെന്ന് അവൻ ചോദിച്ച അവളൊന്നും പറഞ്ഞില്ല. എനിക്കൊരു ഉദ്ദേശമല്ല, എങ്ങനെയും ഇവിടെ നിന്ന് പോകണം. എന്നാ പിന്നെ പോവരുതോ? അവനും ചൂടിലായിരുന്നു.
ഞാൻ റെഡിയാ പോവാൻ. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ തൻ്റെ അമ്മയല്ലേ കോടതിയിൽ എന്നെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത്. എന്തോ അവര് സങ്കടത്തിലാക്കാൻ വയ്യ. എൻ്റെ അപ്പ വന്നോട്ടെ, ഞാൻ പോയിക്കോളാം. അവൾ തീർത്തും പറയുമ്പോൾ അവൻ മുഷിച്ചിലൂടെ ആ കട്ടിലേക്ക് ഇരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഉള്ള പോലെ അമ്മയോടൊന്ന് പറ, നീ ഞാൻ തമ്മിലൊരു പരിചയമില്ലെന്ന്. അവൻ്റെ വാക്കുകൾക്ക് അവിടെ നിന്ന് ചിരിച്ചു. അത്രയേ ഉള്ളൂ, അത് വേണമെങ്കിൽ ഞാൻ നാളെ തന്നെ പറയാം, പോരെ? മറുത്തൊന്നും പറയാതെ അവൾ അതിനും പെട്ടെന്ന് സമ്മതം മൂളിയപ്പോൾ മണിയുടെ വീണ്ടും അന്തം വിട്ടു. ഇവളിത് നാളെ അമ്മയോട് എന്ന് പറഞ്ഞാ ശാന്തമ്മ ആദ്യം എൻ്റെ എല്ലിൽ തല്ലിയൊടിക്കും. പിന്നെ ജഡ്ജി അമ്മയോട് കള്ളം പറഞ്ഞതിന് പോലീസിനോട് പറഞ്ഞ് അകത്താക്കും. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അയ്യോ വേണ്ട, പെട്ടെന്നൊന്നും പറയണ്ട, തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൻ താടിക്കായി വെച്ച് പരിങ്ങി. അവന്റെ മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയ പോലെ അന്നെ പതുക്കെ നടന്ന് അവന്റെ അടുത്തേക്കിരുന്നു. അവൾ അടുത്തിരുന്ന മണിയണ്ടരെന്ന് ഞെട്ടി. പരിങ്ങിലോട് അവൻ അല്പം മാറിയിരിക്കുമ്പോൾ അവന്റെ ആ പേടി കണ്ട് അന്നയ്ക്ക് ചിരി വന്നു. തന്നെ ഞാനൊന്നും ചെയ്യില്ല, താൻ ധൈര്യമായിട്ട് അവിടെ ഇരിക്കേ. ആളത് മനസ്സിലാക്കി പറയുമ്പോൾ അവനൊന്ന് ചമ്മി. ആളത് നോക്കിയൊരു നെടുവീർപ്പോടെ സംസാരിച്ചു തുടങ്ങി. ഞാനിവിടെ തൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തനിക്കൊരു ആപത്തുണ്ടാവില്ല. എൻ്റെ അപ്പനെ ഏറിയാലും ഒരാഴ്ച, അതിനുള്ളിൽ ഇങ്ങ് എത്തും. അന്നുള്ളതെല്ലാം ഞാനിവിടെ ഉള്ളവരോട് തുറന്നു പോയിട്ട് അപ്പനൊപ്പം പോവുകയുള്ളൂ. അതുവരെ ഞാനിവിടെ നിന്നോട്ടെടാ. അവളുടെ ദയനീയമായ ചോദ്യം കേട്ടപ്പോൾ മണിയണ്ണൻ അറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു. ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ നിഷ്കളങ്കതയുള്ള അവളുടെ മുഖം അവൻ കണ്ടു. പെട്ടെന്ന് അന്നയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, എനിക്ക് തനിച്ച് നിൽക്കാൻ പേടിയാടോ. എനിക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ പോയി നിൽക്കാം, പക്ഷെ അവിടെ എനിക്ക് നല്ല കൂട്ടുകാരൊന്നുമില്ല. പിന്നെ കൂടെയുള്ളവർക്കെല്ലാം അവൻ്റെ വിഷയം അറിയാം. അതിൻ്റെ കൂടെ ഇതുകൂടെ ആകുമ്പോൾ അവർക്ക് ഇത് മതി ഇങ്ങനെ കളിയാക്കാൻ. എല്ലാം കൂടെ ആകുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റില്ല. മരിക്കാനൊന്നും ഞാനിനി നോക്കില്ല. എങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അതുകൊണ്ടാണ് പ്ലീസ്. അവൾ അത്രയും ദയനീയമായി അവരോട് ചോദിച്ചപ്പോൾ എന്തോ മണിയണ്ണന് പിന്നീട് അവളോട് ദേഷ്യപ്പെടാനും തോന്നിയില്ല. എന്തായാലും നിറഞ്ഞു, ഇനി കുളിച്ചു കയറാം എന്നെഴുതി അവൻ പതുക്കെ തലയാട്ടുമ്പോൾ അവളുടെ ഉള്ളൊന്ന് തണുത്തു. അല്ല, തന്നെ സുമയ്ക്കുന്ന സംഭവിച്ച് വേറെ കല്യാണം ഉറപ്പിച്ചോ? ഒരു നിമിഷം നിശബ്ദമാക്കിയ ശേഷം അന്നെ ചോദിക്കുമ്പോൾ നിർജീവമായവനൊന്ന് മോള് മാത്രം ചെയ്തു. സാരമില്ലടോ, തനിക്ക് ഇതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും, നോയിക്കോ. അവളുടെ ആ വാക്കുകൾക്ക് അവനൊന്ന് മോള് മാത്രം ചെയ്യുമ്പോൾ അവനൊരു പാവമാണെന്ന് അവളും തിരിച്ചറിയുകയായിരുന്നു. അവൻ അവളോട് യാത്ര പറഞ്ഞ് പതുക്കെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും പുറത്ത് കാവൽ നിൽക്കുന്ന മീനാക്ഷി പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ചാടി വീണു. ഡോ പന്നെ ചേട്ടാ, ഒരുമാതിരി സ്വഭാവം കാണിക്കരുത് കേട്ടോ. കൂടെ വന്നിട്ട് അവസാനം എന്നെ പുറത്തിട്ട് നിങ്ങൾ അകത്തേക്ക് വാതിലടച്ചപ്പോ അമ്മ എങ്ങാനും വന്നിരുന്നെങ്കിൽ എന്റെ അവസ്ഥ. അവൾ കണ്ണു മുഴിപ്പിച്ച് അവനെ നോക്കുമ്പോൾ അവനൊരു ചിരിയോടെയാണ് അവൾ നേരിട്ട്. സോറി ഡി മോളെ. അവളുടെ കവിളിൽ അവൻ പതിയെന്നുള്ളിയതും അവളുടെ പാതി ദേഷ്യം മാറി. ഓക്കെ, അതൊക്കെ പോട്ടെ, എന്തായി കാര്യങ്ങൾ? ആ ചേച്ചി എന്താ പറഞ്ഞേ? അവളുടെ ശബ്ദൽപ്പം കൂടിപ്പോയതും മണിയണ്ണം പേടി ചുറ്റും നോക്കി. നീ പതിയെ സംസാരിക്കടി, അമ്മ ഞാൻ എഴുന്നേറ്റ് വന്നാൽ തീർന്നു. അവൻ അവളെയും പിടിച്ച് മുകളിലേക്ക് പോയി. എന്തായിന്ന് പറ. മുകളിലെത്തിയതും മീനാക്ഷി വീണ് ചോദിച്ചു. മണിയണ്ണൻ ഒരു നിമിഷം മിണ്ടാ നിന്നു. ശേഷം ചുമലിൽ ചാരി പതുക്കെ പറഞ്ഞു, ഒന്നും ആയില്ലടി, അവളൊരു പാവ. പെട്ടെന്ന് അങ്ങനെ കേട്ടത് മീനാക്ഷിയുടെ പുരുകയുയർന്നു. ആര്? എങ്ങനെ? ഓഹോ, കുറച്ച് സമയം കൊണ്ട് അങ്ങനെയൊക്കെ ആയോ? അവളൊന്നുകൂടി നീട്ടി ചോദിച്ചപ്പോൾ അവന്റെ മുഖം ചുളിഞ്ഞു. കാളിയാക്കാണ് പൂടി. എന്റെ അവസ്ഥ തന്നെയല്ലേടി അവൾക്കും. ഞാനിങ്ങനെ ചിരിച്ചും കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ നീറ്റിൽ നിനക്കറിയോ? 8 വർഷം പ്രണയിച്ചവളാ ഒറ്റ നിമിഷം കൊണ്ട് എന്നെ തേച്ചിട്ട് ആ പട്ടാൾക്കാരനൊപ്പം പോകുന്നു. നിങ്ങളൊക്കെ കൂടുതലുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ ഒറ്റക്കല്ലേടി. നമ്മളിവിടുന്ന് അവൾ വീണ്ടും പറഞ്ഞേച്ച് അവൾക്ക് വീണ്ടും എന്തെങ്കിലും വേണ്ടാത്ത തോന്നിയാലോ? മണിയണ്ണന്റെ സംസാരം കേട്ടപ്പോൾ മീനാക്ഷി ചിരി വന്നു. ആട്ടെ, പിന്നെ എന്താ പ്ലാന്? എന്ത് പ്ലാന്? സുമ തേച്ച സ്ഥിതിക്ക് ഇനി ആ ചേച്ചിയെ കെട്ടലാണോ പുതിയ പ്ലാനെന്ന്? അല്ല, ഈ നീട്ടി വരച്ചുള്ള ഫിലോസഫി കേട്ടപ്പോഴേ എനിക്കങ്ങനെ തോന്നി. അവളുടെ കണ്ണ് കുറിച്ചുള്ള ചോദ്യം കേട്ട് മണിയുണ്ടെന്ന് ചുമച്ചു. ഒന്ന് പോടി. അവന് ദേഷ്യം വന്നു. അവളുടെ അപ്പം വന്ന് അവളുള്ളെല്ലാം തുറന്നു പറഞ്ഞ് എവിടുന്ന് പോയിക്കോളും. അതുവരെ ഇവിടെ നിൽക്കും, അത്രയേ ഉള്ളൂ. അവനൽപ്പം കടുപ്പത്തിലത് പറഞ്ഞു. മീനാക്ഷി കുറച്ചു നേരം അവൻ തന്നെ നോക്കിയെന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.